എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നിധിയെ ഹോസ്റ്റലിൽ നിന്ന് നികേഷും സുഭാഷും കൂടി ചേർന്ന് കൂട്ടിക്കൊണ്ട് വരികയാണ്. തിരികെ വീട്ടിലെത്തുന്ന നിധി സ്വന്തം റൂമിലോട്ട് പോവുകയാണ്. ആ സമയത്ത് സുധീഷാണ് ആ റൂമിലുള്ളത്. നിധിയെ കാണുന്നതും സുധീഷ് ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്. ഹലോ, സംശയമൊന്നും വേണ്ട, ഞാൻ തന്നെയാണെന്ന് പറയും. അങ്ങനെ സുധീഷിന് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ സുധീഷ് മുറിക്ക് പുറത്ത് പോവുകയാണ്. നിധി അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നികേഷിൻ്റെ പനിയൊക്കെ കുറവുണ്ടോ ചോദിക്കുമ്പോൾ നികേഷ് പറയും, നല്ല കുറവുണ്ട് ഏട്ടത്തി എന്നൊക്കെ പറയും. ആ സമയത്ത് നികേഷ് പറയും, എന്നാലും ഏട്ടത്തി തിരിച്ചു വന്നല്ലോ, അതുകൊണ്ട് എനിക്ക് പനി പെട്ടെന്നൊക്കെ മാറിയെന്ന് പറയും. ഞാൻ തിരിച്ചു വരാനൊരു കാരണമുണ്ടെന്ന് പറയും. എന്താ ഏട്ടത്തി? ഞാൻ തിരിച്ചു വന്ന സുധീഷ് ഇവിടുന്ന് താമസം മാറ്റാമെന്ന് പറഞ്ഞു. എന്താ സുധീഷ്, അങ്ങനെയല്ലേ എന്ന് ചോദിക്കും. അപ്പോഴേ സുധീഷ് പറയും, അല്ല ഞാനെങ്ങോട്ട് താമസം മാറാനാ, ഇതെൻ്റെ വീടല്ലേ, ഇവിടുന്ന് ഞാനെങ്ങോട്ട് മാറി താമസിക്കും? അങ്ങനെയല്ലല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിവിടെ തിരിച്ച് താമസിക്കാൻ വരുവാണെങ്കിൽ സുധീഷ് ഇവിടുന്ന് താമസം മാറാം. ഈ സുധീഷ് കാരണമാണ് ഞാനിവിടെ താമസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ സുധീഷ് എന്ന് ചോദിച്ചില്ലെന്ന് പറയും. അല്ല, അത് താൻ തിരികെ വരാൻ വേണ്ടി ഞാനങ്ങനെ പറഞ്ഞത്, അതിന് ഞാനിവിടുന്ന് മാറി താമസിക്കണോ എന്ന് പറയും. ഒന്നുമില്ലെങ്കിലും താൻ എൻ്റെ ഭാര്യയില്ലേ? ദിഗീഷ് ചോദിക്കും, സുധീഷ് ചേട്ടാ, അല്ല എൻ്റെ ഭാര്യയില്ലേ, ഞാൻ കെട്ടിയ താലിയില്ലേ കഴുത്തിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ താലിമാല ഇട്ടുകൊണ്ട് അങ്ങനെ പറയുമോ എന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, എൻ്റെ ഭാര്യ ആയിട്ടല്ലേ ഞാൻ കെട്ടിയ താലി കഴുത്തിലിട്ടേക്കുന്നത് എന്നൊക്കെ പറയാം. അത് കേൾക്കുമ്പോഴൊക്കെ നിധിക്ക് നല്ല ദേഷ്യമാവുകയാണ്. നിധി പെട്ടെന്ന് കഴുത്തിൽ കിടന്ന താലിമാല അങ്ങ് ഊരി കൊടുക്കുകയാണ്. അതെ, ഈ താലി കെട്ടിയെന്നുള്ള ബന്ധം മാത്രമല്ലേ നമ്മൾ തമ്മിലുള്ളൂ, അതുകൊണ്ട് ഇനി ഭാര്യ ഭർത്താവ് എന്ന ബന്ധം പറഞ്ഞുകൊണ്ട് മേലെ എൻ്റെ അടുത്ത് സംസാരിക്കരുത്. എന്നാൽ നിങ്ങൾ കെട്ടിയ താലി ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് താലി ഊരി കൊടുക്കും. പക്ഷേ അങ്ങനൊരു കാര്യം ഒരിക്കലും സുധീഷ് പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പെട്ടെന്ന് എല്ലാവരും അങ്ങ് നോക്കി നിൽക്കുകയാണ്. സുഭാഷും ഹരീഷും നികേഷും എല്ലാം അവരാരും പ്രതീക്ഷിച്ചില്ല നിധി അങ്ങനെ പെട്ടെന്നായൊരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം നിധി തിരികെ ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്തും നിധിയുടെ മനസ്സ് മുഴുവൻ അതാണ്, സുധീഷ് ഇപ്പോഴും എന്നെ ഭാര്യയായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ കാണുന്നതുകൊണ്ടാണ് അന്ന് മദ്യപിച്ചിട്ട് തൻ്റെ റൂമിലോട്ട് കയറി വന്ന് ആധിപത്യം സ്ഥാപിച്ചത്. ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും തികച്ചും അപരിചിതർ മാത്രമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന് വേണ്ടി മൂവ് ചെയ്യണം. മുമ്പൊക്കെ ശ്രമിച്ചപ്പോൾ അന്ന് നിധിയുടെ പ്രൂഫൊന്നും കയ്യിലില്ലാഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പോൾ ആധാറും മറ്റു കാര്യങ്ങളെല്ലാം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വക്കീലിനെ കാണണം. സുധീഷിനെയും കൂട്ടി വക്കീലിനെ കാണാൻ പോകണമെന്നൊക്കെ നിധി ഇങ്ങനെ ഓഫീസിലിരുന്ന് ആലോചിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ്. അങ്ങനെ ഹരീഷും അവിടെ നല്ല ടെൻഷനിലാണ്. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല നിധി അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നുള്ളത്. ഹരീഷ് അവിടെ ജോലി ചെയ്യുന്നെങ്കിലും ഹരീഷിൻ്റെ മനസ്സ് മുഴുവൻ നിധിയേട്ടത്തി ഇനി വീട്ടിൽ നിന്ന് തിരിച്ചു പോവോ, എങ്ങനെയെങ്കിലും തിരിച്ചു വന്നതാ എന്നൊക്കെയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ നീതു അങ്ങോട്ട് വരുന്നത്. നീതു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്തു പറ്റി ഹരീഷ്, ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല, എന്നോട് പറ. അങ്ങനെ നിധിയുടെയും സുധീഷിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചേയില്ലേ, അപ്പം അവർ തമ്മിൽ അതിൻ്റേതായ എന്തെങ്കിലും ചെറിയ പിണക്കങ്ങളൊക്കെ കാണും. അതൊന്നും വലിയ കാര്യമൊന്നും ആക്കണ്ട. പ്രേമിച്ച് വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉള്ളത് നല്ലത്. അത് അവരായിട്ട് തന്നെ അങ്ങ് തീർത്തോളും. അതിലൊന്നും ഹരീഷ് ഇടപെടേണ്ടെന്ന് പറയും. അങ്ങനെയാണ്, അങ്ങനെ അത്രേ ഉള്ളെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇത് നമ്മുടെ ഇതുവിൻ്റെ സഹോദരൻ കാണുകയാണ്. വീട്ടിൽ വന്നിട്ട് ഇതുവിൻ്റെ അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളാരും മോളെ അന്വേഷിക്കാൻ വേണ്ടെന്ന്. എന്താണ് അവളെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ കയറി ഇരിക്കുക, റോഡ് സൈഡിൽ ഇരുന്നങ്ങ് സംസാരമാണ്. നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുമല്ലേ, കുടുംബത്തിൻ്റെ അന്തസ്സ് കളയാനായിട്ട്. നേരം വെളുക്കുമ്പോൾ കോളേജിലാന്ന് പറഞ്ഞ് പോയിട്ട് അവൾ ആ വർക്ക്ഷോപ്പിൽ കയറി ഇരുന്ന് സമയം കളയുക എന്ന് പറയും. നിൻ്റെ അടുത്ത് ആര് പറഞ്ഞത്? എൻ്റെ അടുത്ത് ആരും പറഞ്ഞതല്ല, ഞാൻ നേരിട്ട് കണ്ട കാര്യമാണെന്ന് പറയും. അവൾ അത്രയ്ക്കായോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നീതുവിൻ്റെ അമ്മ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം നീതു അങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിലോട്ട് വന്നതിന് ശേഷം നീതുവിൻ്റെ അടുത്ത് നീതുവിൻ്റെ അച്ഛനും അമ്മയും ചോദിക്കും, എടി നീ ഇന്ന് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ പോയിരുന്നു? പോയിരുന്നു. എന്തുദ്ദേശം അടി എന്ന് ചോദിച്ചുകൊണ്ട് നീതുവിൻ്റെ അമ്മ നീതുവിനെ അങ്ങ് ശകാരിക്കാൻ ചെല്ലുകയാണ്. ആ സമയത്ത് നീതുവിൻ്റെ അമ്മ പറയും, അവന് സ്വന്തമായിട്ടൊരു വീടില്ല, സ്വന്തമായിട്ടൊരു നല്ല കുടുംബമില്ല, ഇതൊക്കെ അറിഞ്ഞതാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. അപ്പം നിങ്ങൾക്ക് അവൻ്റെ കുടുംബവും അവൻ്റെ സാമ്പത്തികമൊക്കെ വലുതില്ലേ ഈ വീട്? എനിക്ക് തോന്നി ഈ വീട്ടിനെക്കാട്ടും നല്ല വീട് അവൻ്റെ വീടെന്നാണ് തോന്നിയെന്ന് പറഞ്ഞു. നീ അങ്ങനെയൊക്കെ പറയുവടി, ഇത്രയും കാലം നിന്നെയൊക്കെ വളർത്തി വലുതാക്കില്ലെന്നൊക്കെ ചോദിക്കും. ഉടനെ സഹോദരനും നീതിനോട് ദേഷ്യപ്പെടുകയാണ്. എന്നെ ഉപദേശിക്കാൻ നീ ആരാടാ? ഹരീഷിന് സ്വന്തമായിട്ടൊരു ജോലി അറിയാം, നിനക്കോ എന്നെ ഉപദേശിക്കാൻ നിനക്ക് എന്തോ ജോലി ഉണ്ടടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സഹോദരനോട് ദേഷ്യപ്പെടുക. ഇനി മേലെ നീ അവൻ്റെ വർക്ക്ഷോപ്പിൽ പോകുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നീതുവിൻ്റെ അച്ഛൻ നീതുവിനെ തല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് നീതു പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഹരീഷിനെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നീതു ദേഷിച്ച് അകത്തോട്ട് കയറി പോവുകയാണ്. അതിനുശേഷം നീതുവിൻ്റെ സഹോദരനാണെന്നുണ്ടെങ്കിൽ പറയും, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയും. അങ്ങനെ ആ സമയത്താണ്
നിധി സുധീഷിനെ വിളിക്കുന്നത്, സുധീഷ് ഞാൻ വൈകിട്ട് ഓഫീസിൽ നേരത്തെ ഇറങ്ങും, എനിക്ക് സുധീഷ് ഓഫീസിലോട്ടൊന്ന് വരണമെന്ന് പറയും. അങ്ങനെ സുധീഷ് അങ്ങോട്ട് ചെല്ലുകയാണ്. സുധീഷ് നല്ല ടെൻഷനും ഉണ്ട്. എങ്ങോട്ടാണ് നിധി പോകണമെന്ന് പറഞ്ഞത്? നമുക്കൊരു സ്ഥലം വരെ പോകണം, വണ്ടി എടുക്കാൻ പറയും. അങ്ങനെ രണ്ടുപേരും കൂടി പോകുന്ന ഒരു വക്കീലിനെ കാണാനാണ്. വക്കീലിൻ്റെ അടുത്ത് ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അത് പെട്ടെന്നൊന്നും ഡിവോഴ്സൊന്നും കിട്ടത്തില്ല, കോടതിയിൽ ഒരു ഹിയറിംഗ് ഒക്കെ വെക്കും, അതിനുശേഷം നിങ്ങൾ തമ്മിൽ സംസാരിക്കണം, കുറച്ച് ദിവസം എടുക്കും, അത് പെട്ടെന്നൊന്നും ശരിയാവത്തില്ല എന്നൊക്കെ പറയും. എന്താണ് നിങ്ങൾ തമ്മിൽ വേർപിരിയാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കും. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് പറയും, എനിക്ക് പൊരുത്തപ്പെട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് സാർ എന്നൊക്കെ പറയും. ഒരു ലേഡിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ സുധീഷിനോട് സംസാരിക്കുമ്പോൾ സുധീഷിന് ഈ ബന്ധം വേർപെടുത്താൻ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിലാണ് സുധീഷ് സംസാരിക്കുന്നത്. എനിക്ക് അവളോട് കൂടെ താമസിക്കണം, എനിക്കൊരിക്കലും ഈ വിവാഹബന്ധം വേർപെടുത്താൻ താല്പര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സുധീഷിന് താല്പര്യമില്ലെന്നുള്ള കാര്യം മാഡത്തിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിധിക്ക് ശക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്നുള്ളത്. അങ്ങനെ ആ ഒരു ടെൻഷനിലാണ് സുധീഷ്. അതിനുശേഷം സുധീഷ് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരനും വീട്ടിലിരിപ്പുണ്ട്. അപ്പോഴാണ് നമ്മുടെ നമ്മുടെ നീതുവിൻ്റെ സഹോദരൻ വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് വന്നിട്ട് ഭാസ്കരനോട് ചോദിക്കും, നിങ്ങളുടെ മകനില്ലേന്ന് ചോദിക്കും. എൻ്റെ മകനെ കാണണമെന്നുണ്ടെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ പോകണം, അല്ലാതെ ഇപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം? അതേ, മക്കളെ മര്യാദയ്ക്ക് വളർത്തണം. അവൻ എൻ്റെ പെങ്ങളെ പുറമേ നടന്ന് ശല്യം ചെയ്യുക. ആര്? ഹരീഷ്, നിങ്ങളുടെ മകൻ. അവനെന്ത് കരുതി എൻ്റെ പെങ്ങളെ അവന് വിവാഹം കഴിച്ച് കൊടുക്കുന്നു? ഒരു കാരണവശാലും അവനെപ്പോലെ എഴുതുന്നു ഞങ്ങളുടെ പെങ്കൊച്ചിനെ വിവാഹം കഴിച്ച് കൊടുക്കത്തില്ല. എന്ത് യോഗ്യതയുണ്ട് അവൻ എൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കാൻ? എടാ നീ എന്തുവാടെ പറയുന്നത്? എൻ്റെ മോൻ എന്തുവാടെ യോഗ്യത കുറവ് എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അങ്ങോട്ട് സംസാരിക്കുകയാണ്. ആ സമയത്താണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സുധീഷ്, എന്തുവാ ഇവിടെ പ്രശ്നം? ഇവനെ ഓരോന്നും പറഞ്ഞ് വെറുതെ രാവിലെ വീട്ടിൽ കയറി വഴക്കിന് വരുന്നു. അങ്ങനെ സുധീഷും നീതുവിൻ്റെ ചേട്ടനുമായിട്ട് സംസാരവും, അങ്ങനെ അവർ തമ്മിൽ അവിടെ അടിയാവുകയാണ്. ആ സമയത്ത് സുഭാഷ് ഓടി വന്നിട്ട് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. അതിനുശേഷം സുഭാഷ് പറയും, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഹരീഷ് അറിയരുതെന്ന് പറയും. അപ്പോൾ ഹരീഷിനോട് പറയരുതെന്ന് സുധീഷിനോട് പ്രത്യേകം പറയുന്നുണ്ട്. അതിനുശേഷം നീതുവിൻ്റെ സഹോദരൻ അങ്ങ് പോവുകയാണ്. അതിനുശേഷം വൈകുന്നേരം ഹരീഷ് ജോലിയും വർക്ക്ഷോപ്പിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ ഇങ്ങനെ വാതിലിൽ ഇരിക്കുകയാണ്. ഭാസ്കരൻ അങ്ങോട്ട് ചോദിക്കും, അതേ, പ്രേമിക്കുന്നെങ്കിലേ തൻ്റെ ഇടം വേണം, കണ്ണി കണ്ടവനൊക്കെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലേ വേണ്ടെന്നൊക്കെ പറയും. എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന്? നീ പ്രേമിക്കുന്ന പെണ്ണിൻ്റെ ആങ്ങളെ ഇവിടെ വന്ന് കിടന്ന് ഭയങ്കര ബഹളമായിരുന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് സുഭാഷ് അങ്ങ് പേടിക്കും. കാരണം വെച്ചാൽ ഹരീഷിൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ. ഹരീഷ് പെട്ടെന്ന് ചോദിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് സുഭാഷ് തടയുകയാണ്. എടാ അതിന് അവളെന്തോ ചെയ്ത്? അവൾ ഇതിനകത്തങ്ങ് നിരപരാധിയില്ല. അവൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അത് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു. അല്ല സുഭാഷ്, അവൻ ഇവിടെ കയറി വന്ന് ഷോ കാണിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരീഷ് അങ്ങ് ദേഷ്യപ്പെടും. അപ്പോഴത്തേക്ക് അവർ കഴിഞ്ഞ് ഇനി അതിൻ്റെ പേര് സംസാരമൊന്നും വേണ്ട എന്ന് പറയും. ഹരീഷിനെ ആ കലിപ്പടങ്ങാത്തതുകൊണ്ട് ഹരീഷ് നീതുവിനെ ഫോൺ ചെയ്ത് കുറേ അങ്ങ് ദേഷ്യപ്പെടും. അപ്പോഴത്തേക്ക് നീതു പറയും, ഹരീഷ് ഞാനെന്ത് ചെയ്തു? ഞാൻ അറിഞ്ഞിട്ടാണോ അവൻ അവിടെ വന്നത്? ഞാനൊട്ടും അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ എന്നെ സമ്മതിക്കുമായിരുന്നോ? ഇപ്പോഴാണ് ഞാൻ ഹരീഷിനോട് കൂടുതൽ സ്നേഹമായിട്ട് ഇടപഴകാനൊക്കെ തുടങ്ങിയത്. ഹരീഷ് ഇപ്പോഴാണ് എന്നോട് ഇഷ്ടമാണെന്ന് പോലും പറയുന്നത്. മുമ്പ് എത്ര നാൾ ഞാൻ ഹരീഷിനെ പുറമേ നടന്നു, അല്ലാതെ ഹരീഷിൻ്റെ പുറമേ നടന്നതൊന്നും അല്ലല്ലോ. അതറിയാതെ അവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞില്ലേ ഹരീഷ്, അതിൻ്റെ പേര് എന്നോട് ദേഷ്യപ്പെട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതു ഹരീഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം ഹരീഷിന് മനസ്സിലാവും, അത് ശരി, നീതു ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവരുടെ വീട്ടുകാർ ചെയ്തതിന് അവളെന്തോ പേഴ്സണലുള്ള രീതിയിൽ സുഭാഷും നീതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അപ്പോൾ പറയും അത് ശരിയാണെന്നുള്ളത് നീതുവിനെ ഹരീഷ് സപ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ നിധി അങ്ങോട്ട് വരുന്നുണ്ട്. നിധി അങ്ങോട്ട് വരുമ്പം സുധീഷ് അവിടെ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായി സുധീഷ് തീരുമാനമെന്ന് പറയും. എന്ത് തീരുമാനം? വക്കീൽ ഓഫീസിൽ പോയി വക്കീലിനെ കണ്ടില്ലായിരുന്നു, ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് സുഭാഷും നികേഷൊക്കെ പറയും, ഏട്ടത്തി ഈ ഡിവോഴ്സൊക്കെ ഇത്ര പെട്ടെന്ന് വേണോ? ഒന്നും കൂടിയൊക്കെ ആലോചിക്കണം. ഇനിയൊന്നും ആലോചിക്കാനില്ല സുഭാഷ് ഏട്ടാ, ഞാൻ ഇവിടെ തുടർന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിവോഴ്സ് വേണം. ആ ഡിവോഴ്സ് കിട്ടിയാൽ മാത്രമേ ഞാൻ തുടർന്ന് ഇവിടെ താമസിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നിധി അവിടുന്ന് പോകുന്നതും ആർക്കും മനസ്സില്ല, പക്ഷേ ഡിവോഴ്സിന് ഒട്ടും താല്പര്യമില്ല. അപ്പം നിധി പറയും, എന്തായാലും എനിക്ക് തീരുമാനം എത്രയും പെട്ടെന്ന് അറിയണമെന്ന് സുധീഷിനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിനി വരാൻ പോകുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. ഇനി നിധി സുധീഷുമായിട്ട് ഡിവോഴ്സിന് മൂവ് ചെയ്യുമോ, നിധി അവിടെ തന്നെ തുടർന്ന് താമസിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ബാക്കി കഥകളുമായി നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.